ഹായ് കൂട്ടുകാരെ, കുഞ്ഞുമോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു അടിപൊളി മധുരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ഐറ്റമാണ്. കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്നൊന്ന് കണ്ടു നോക്കിയാലോ. തന്നെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. പാൻ ചൂടാകാൻ വെച്ചതിന് ശേഷം നമുക്കൊരു 2 ടീസ്പൂൺ നെയ്യ് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നെയ്യിന് പകരം ബട്ടർ ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതേ നെയ്യ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ഒന്ന് വേഗം മുരുകി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ടിട്ട്, കാഷ്യൂ നട്ട്സ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് തന്നെ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് റോസ്റ്റായിട്ട് വരുന്നതിൻ്റെ ഒപ്പം നമുക്ക് കുറച്ച് കറുത്ത മുന്തിരി, കുരുവില്ലാത്ത കറുത്ത മുന്തിരിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്നൊരു ബ്രൗൺ നിറം ആവണ വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നെയ്യിൽ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് മൂത്ത് വരണം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം അണ്ടിപ്പരിപ്പ് എടുത്ത് കൊടുത്തത് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് മുന്തിരി ഇട്ട് കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ മുന്തിരിയൊക്കെ നന്നായി വീർത്തൊക്കെ വന്നിട്ടുണ്ട്, സെറ്റപ്പ് ആയിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് പഴം, അതായത് 2 പൂവമ്പഴം, ഒരു ചെറിയ കഷ്ണം നേന്ത്രപ്പഴം ഇട്ടിട്ടുണ്ട് കേട്ടോ. പൂവമ്പഴം പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. പൂവമ്പഴം, ഞാലിപ്പൂവ്, അങ്ങനത്തെ കുറേ സാധനങ്ങളില്ലേ, പഴങ്ങൾ, ചെറിയ പഴങ്ങൾ, അത് ഞാൻ പൂവമ്പഴമാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഞാൻ ഒരു 1/2 കഷ്ണം നേന്ത്രപ്പഴം ഇട്ടിട്ടുണ്ട്. നന്നായി പഴുത്ത പഴം ഇടാൻ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാലാണ് ഈ മധുരത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ഇട്ടിട്ട് ആ നെയ്യിൽ ജസ്റ്റ് ഒന്ന് ഒരു നെയ്യ് 2 ഭാഗത്തും പിടിക്കണ വരെ നമ്മൾ ഇടുക കേട്ടോ. അതിന് ശേഷം ഒരു 2 ടീസ്പൂൺ പഞ്ചസാര നമ്മുടെ ഈ പഴത്തിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അതൊന്ന് കാരമലായിട്ട് വരാനാണ് കേട്ടോ. അപ്പോൾ ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അപ്പുറത്തെ ഭാഗത്തേക്ക് പഴം മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. പൂവമ്പഴം നമ്മൾ മെയിനായിട്ട് ഇതിൽ ചേർക്കുമ്പോഴാണ് കേട്ടോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നല്ലോണം പഴുത്ത പഴമായിരിക്കണം. അപ്പോൾ ഒരു പുളിയൊന്നും പാടില്ല കേട്ടോ പഴത്തിന്. ഇപ്പോൾ നേന്ത്രപ്പഴം ഒന്നും പഴുത്തില്ലെങ്കിൽ ഭയങ്കര ഒരു പുളി ഇതുണ്ടാവും. അതുപോലെ തന്നെ പൂവമ്പഴം. അപ്പോൾ നല്ല പഴുത്ത പഴമായിരിക്കണം, എന്നാലാണ് ഈ മധുരത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ഇട്ടിട്ട് ഞാൻ നെയ്യിലും എല്ലാത്തിലും കൂടി സെറ്റായിട്ട് ചെറുതായിട്ടൊന്ന് പഴം ഉടഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു 2 ഗ്ലാസ് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ്, മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഞ്ചസാര ഉപയോഗിക്കാൻ കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ മിൽക്ക് മെയ്ഡ് ഉണ്ടായിരുന്നു, അതാണ് ഞാൻ ഇതിൻ്റെ കൂടെ ഒഴിച്ചു കൊടുത്തത് കേട്ടോ. അതിന് മുന്നേ ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഞാനൊരു 2 ഏലക്കായ ജസ്റ്റ് ചതച്ചത് ഈ പാലിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കായാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മിൽക്ക് മെയ്ഡൊക്കെ നന്നായി അലിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് അലിയാൻ വേണ്ടിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അടിയിൽ ഇങ്ങനെ അല്ലെങ്കിൽ ഏലക്കായ്ക്ക് പകരം നിങ്ങൾക്ക് നമ്മുടെ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഏതായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നന്നായി തന്നെ ഇളക്കി പാലൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് നന്നായി പാട കെട്ടരുത് കേട്ടോ. പാട കെട്ടാണ്ട് ഇങ്ങനെ നന്നായി ഇളക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ പാലൊക്കെ തിളച്ചതിന് ശേഷം ഞാൻ ഒരു 2 ടീസ്പൂൺ കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കസ്റ്റാർഡ് പൗഡർ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കുറുകി വരുമ്പോൾ നമുക്കൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ തന്നെ ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. നമ്മളെടുത്ത പാലിലേക്ക് 2 ടീസ്പൂൺ മതി കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തിട്ട് നമുക്കിതൊന്ന് ചൂടാറാൻ വെക്കാം കേട്ടോ. കസ്റ്റാർഡ് പൗഡർ ഇട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കണം കേട്ടോ. നന്നായി ഇളക്കിയാലാണ് കട്ടകളൊക്കെ ഉടഞ്ഞ് കിട്ടുള്ളൂ കേട്ടോ. പിന്നെ അത് ചൂടാറിയതിന് ശേഷം പഴം എടുത്ത് വെച്ചിട്ടില്ലേ, അതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. പഴം അതൊക്കെ ചൂടാറിയതിന് ശേഷം നമുക്കത് അതിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം കേട്ടോ. നന്നായിട്ടൊന്ന് ജസ്റ്റ് എല്ലാം കസ്റ്റാർഡ് പൗഡറിൻ്റെയും അതും ഒക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കുന്ന പകരം ഈ പാനിലേക്ക് ഇട്ടിട്ട് മൊത്തം ഇളക്കി സെറ്റാക്കട്ടെ. ജസ്റ്റ് ഇതൊന്ന് കുറുകി വരുമ്പോൾ നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കണ്ട നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ നേരത്ത് നമുക്ക് മധുരമൊക്കെ വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. മധുരം കുറവുണ്ടെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡോ പഞ്ചസാര എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടൊക്കെ ഒരു ഡെസേർട്ടായിട്ട് കഴിക്കാൻ സൂപ്പർ ഐറ്റമാണ് കേട്ടോ. അതും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. നല്ല തണുപ്പോടെ കഴിക്കുമ്പോൾ സൂപ്പറാണ്. അപ്പോൾ ഞാൻ മധുരം കുറവുണ്ടോ എന്ന് നോക്കി വെക്കുകയാണ്. അപ്പോൾ മധുരം നമുക്ക് കുറവൊന്നുമില്ല കേട്ടോ. പഴത്തിനും നല്ല മധുരമായിരുന്നു. അപ്പോൾ കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ചപ്പോൾ തന്നെ അതാണ് പഴം നല്ല മധുരമാണെങ്കിൽ കുറച്ച് നമുക്ക് മധുരം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ നന്നായിട്ട് കുറുകി സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട്. ബൗളിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റുള്ള കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും കേട്ടോ. അവർ സ്കൂളിൽ വിട്ട് വരുമ്പോഴൊക്കെ അവർക്ക് ഡെസേർട്ടൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു കിഡിൽ നൈറ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ ബൈ ബൈ.